വലിയ വലിയ കാര്യങ്ങളൊക്കെ പറയണമെന്നുണ്ടെങ്കിലും വായിലെപ്പോഴും ചേച്ചിയുടെ കാര്യം മാത്രമേ വരാറുള്ളൂ. അപ്പം നിങ്ങൾ വിചാരിക്കും, ഓ എന്ത് സ്നേഹമുള്ള അനിയത്തിയെന്ന്. കാര്യം അങ്ങനെയൊക്കെ തന്നെ, ഷീസ് മൈ എവറിത്തിങ്. ബട്ട് ഈ എവറിത്തിങ്ങിൻ്റെ സ്പെല്ലിംഗ് അറിയാത്ത കാലത്ത് ഈ എവറിത്തിങ് അന്ന് എനിക്ക് ഒരു എനിമിയായിരുന്നു. കാര്യം പറഞ്ഞാൽ ഞങ്ങളുടെ കഥ പറയാനാണെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ട്. ഒരു വീഡിയോ ഉണ്ടെന്ന് തീരില്ല, ഒരു പാർട്ടായിട്ട് പറയാം. ഞാൻ ഈ ഹുഡി ഇട്ടിരിക്കുന്നത് കൊണ്ട് എല്ലാവരും വിചാരിക്കും, ഓ ഏതാണ്ട് കൂട്ടും തണുപ്പത്തിരിക്കുന്ന പോലെ, ചുറ്റിനൊക്കെ വെയിലാണല്ലോ എന്ന്. ആക്ച്വലി ഞങ്ങളുടെ ഇവിടെ രാവിലെ രാത്രി തൊട്ടേ ഭയങ്കര തണുപ്പാണ്. അപ്പോൾ കുറച്ച് തണുപ്പ് വന്നാലും ഹുഡി ഇടുന്ന ഒരാളാണ് ഞാൻ. സോ രാവിലെ വെയിലൊക്കെ അങ്ങ് വന്ന് തുടങ്ങുന്നേ ഉള്ളൂ. അതാണ് ഹുഡി ഇട്ടിട്ടിരിക്കുന്നത് കേട്ടോ. നമുക്കൊരു കുഞ്ഞു കഥ പറഞ്ഞ് അങ്ങ് തീർക്കാം. വണ്ടി ഇരുന്ന് വീഡിയോ എടുക്കുന്നുണ്ട് ആരൊന്നും വിചാരിക്കരുത്. വീട്ടിൽ അത്യാവശ്യം നല്ല ബഹളമുണ്ട്, അതുകൊണ്ടാണ് വണ്ടി ഇരുന്നെടുക്കുന്നത്. ഞാൻ വോയിസ് ഒക്കെ ചെയ്യുന്നതാണെങ്കിലും വണ്ടി ഇരുന്നാണേ. അപ്പോൾ കഥയിലോട്ട് കിടക്കാം. കഥ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമ്മുടെ കുഞ്ഞിലെ നമ്മുടെ ഏറ്റവും ഇഷ്ട വിനോദം ഷട്ടിൽ ബാറ്റ് കളിക്കുക എന്നുള്ളതായിരുന്നു. അഫ്കോഴ്സ് വീട്ടിൽ 2 പോരാടങ്ങളായതുകൊണ്ടും ചേച്ചി ഒരു പഠിപ്പി ആയതുകൊണ്ടും എനിക്ക് അവളുടെ കാല് പിടിക്കുകയല്ലാതെ വേറെ വഴിയില്ല. അപ്പം ഞാനിങ്ങനെ പോയി ചോദിക്കും, ചേച്ചി നമുക്ക് ഷട്ടിൽ ബാറ്റ് കളിച്ചാലോ? ഇതിങ്ങനെ ചോദിക്കും. അപ്പം ചേച്ചി ഇങ്ങനെ ചിരിച്ചോണ്ട് നോക്കിയിട്ട് പറയും, ഞാൻ പറയുന്നത് എല്ലാം കേൾക്കാമെങ്കിൽ ഞാൻ വരാം. ഞാനെങ്ങാനും പറയുന്നത് തെറ്റിച്ചാൽ ഞാൻ അപ്പം ബാറ്റിട്ടിട്ട് പോകും എന്ന് എന്നോട് ഇങ്ങനെ പറയും. അപ്പം അങ്ങനത്തെ ഒരു ചേച്ചിയായിരുന്നു എനിക്ക്. നിങ്ങൾക്ക് ഇങ്ങനെ ഒരെണ്ണമായിരുന്നു? എനിക്ക് ഇങ്ങനത്തെ ഒരാളായിരുന്നു.